ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ മറ്റേ പരിപാടിയാണ്. എന്ത് പരിപാടി? നിങ്ങൾ 4 കുട്ടികളാണ്ട് ഒന്നും തെറ്റിച്ചിട്ടില്ല എന്നൊക്കെ അറിയാം. അതിനാദ്യം നമുക്ക് ഗിഫ്റ്റ് വാങ്ങണം. അതിന് മുമ്പ് ഒരു സമൂസയും ചായം കൊടുത്ത് പള്ളക്രാത്താക്കി. അങ്ങനെ ഞങ്ങൾ ഒരു ഫാൻസി ഷോപ്പിൽ കയറി. ഇവിടത്തെ ഇന്റെ കൂടെ വന്ന 4 കളവന്മാരും 4 വണ്ടികൾ തലാഖിന്റെ വിടല്. ചെക്കനെ പോക്കിന് ബ്ലഷ് അടിച്ചു. ഈ കണ്ണടിയും അലാഖിന്റെ തോക്കാണ് ഞാൻ വാങ്ങണ സാധനം. മാസന്നെയല്ലേ ഈ ചങ്ങായി കാർ ഇപ്പോഴും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. അപ്പോ നിന്റെ ചങ്ങായി വേറൊരു സാധനം കണ്ടുപിടിച്ചു. ഇതിന്റെ ഫുൾ ടെക്നോളജി ഓനക്ക് അറിയാന്നാ പറഞ്ഞു. എനിക്ക് പിന്നെ എവിടെ പോയാലും ഒരു കണ്ണടി വെച്ച് പുളിയായില്ലെങ്കിൽ ഒരു റാത്തിട്ടില്ല. ഈ ഒരു സാധനം നല്ല പറ്റി ആരും ഇല്ലാത്തപ്പോ പോയി വാങ്ങണം. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ സ്കൂൾ കിട്ടും. അങ്ങനെ ക്ലാസ്സിലെത്തിയപ്പോ എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റാണ്. ഇവൻകൊക്കെ ഇതെങ്ങനെ ഏറ്റിയാ പൊന്തുന്നതാ. ഇന്റെ സാധനം എന്റെ കയ്യിൽ സേഫ് ആണ്. അങ്ങനെ ചടങ്ങിലേക്ക് കടന്നു. ഇവളി തിരിഞ്ഞു നിന്ന് പാടുന്ന എന്ത് ചെയ്യാൻ വെച്ചാൽ ഇവൾക്ക് ഞങ്ങളെ കണ്ട പാട്ടുമാർക്കും അത്ര. ഇന്റെ ക്ലാസ്സിൽ പിന്നെ അനങ്ങിയ കേക്ക് മുറിയാണ്. അങ്ങനെ ഗിഫ്റ്റുകൾ തമ്മി കൊടുത്തു. ഇവന് അത്ര കിട്ടിയ പൊലിവിലാണ്. കാരണം ഇനി കുളിക്കണ്ടല്ലോ. ബ്രെഡും ജാമും അത് വേറെ ഹൈലൈറ്റ് ആണ്. ഞാൻ കൊടുത്ത ഗിഫ്റ്റിനെ അതികഠിനമായി പീഡിപ്പിക്കണേ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഇക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇനി കോടീശ്വരനാവാം. ഇതാണ് കോടീശ്വരനൊക്കെ സഹായിച്ച പോരാളി. 120 വയസ്സായി ഈ തള്ളക്ക് ഇത് കിട്ടിയാലും പൊലിവാണ്. ഇവൾ ഇന്നോട്ട് കുളിക്കാൻ തുടങ്ങിയെന്നാ പറഞ്ഞു കേട്ട്. ഈ ഡോക്ടർ സെറ്റ് കിട്ടുകൊണ്ട് MBBS പോവാന്നാണ് ഓന്റെ പ്ലാൻ. കാർ